ഫ്ലാഷ് ബാക്ക്. ബസ്സിനകത്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ പിന്നിൽ നിന്ന് കുറെ നേരമായി. എവിടെ പിടിച്ച കുട്ടികളെ ചന്തിക്കാൻ ഒരു പെൺകുട്ടിയല്ലേ ആൺകുട്ടിയല്ലല്ലോ നിൽക്കുന്നത്. മനുഷ്യന്മാരെ ഉപദേശിച്ച് ഓർത്തെത്തൂല. 1 month later. എന്റെ പണി പോവും. പണി പാലുമ്പലത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇവൻ കള്ള റാസ്കലാണ്. അമ്മാവാ അങ്ങനല്ലാതെ അമ്മ അവനെ ഇനി ഇതിലിടപെടണ്ട, ഞാൻ അവനെ കൈകാര്യം അറിയില്ല. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കി. മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ കേരളക്കരയാകെ ഞെട്ടിച്ചുകൊണ്ട് മാട്ടുപ്പെട്ടി ജാക്കി മച്ചാൻ. എന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞു. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. കണ്ട മാന്യൻ മനസ്സിലേക്കോ. ചില സമയത്ത് കുളിമോളുടെ ബാക്കിൽ ആരെങ്കിലും വന്നു ഉടനെ നീ ബസ്സിൽ ജാക്കി വെക്കുന്ന പോലെ എന്നെ വെക്കാൻ വന്നേക്കുവാണ് എന്നുള്ള ഫീലാണ് നമ്മുടെ കുളിമോൾക്ക് തോന്നുന്നത്. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കാരണം കുളിമോൾ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, കുല സ്ത്രീയാണ്, അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയാ ഒരു ഉത്ഥാന സ്ത്രീയാണ്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. പക്ഷെ ചില സമയത്ത് കുളിമോൾക്ക് അതൊന്നും ഒരു പ്രശ്നം, ഇതൊക്കെ ഒരു ഫണ്ണ് മാത്രം. എന്റെ ബാക്കിൽ വന്ന് നിൽക്കുമ്പോ എനിക്കത് ആ ഒരു ഫീലാണ് കിട്ടിയത്. അതുപോലെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ച് പറഞ്ഞൊരു വ്യക്തിയാണെന്നറിയത്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. എന്നിട്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ കളത്തരാന്ന് പറയാ. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് എന്നുള്ള അവാർഡ് തരുവാണെങ്കിൽ അത് കുളിമോൾക്കേ തരാനുള്ളൂ, വേറെ ആർക്കും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.